അതിന് അള്ളാഹു തൗഫീഖ് തരട്ടെ. അത് വളരെ ശ്രദ്ധിക്കണം. മനുഷ്യന്മാർക്ക് ഇന്ന് അന്തല്ല. നമ്മളെ ലക്ഷ്യം അള്ളാഹു ആകുമ്പോൾ നമുക്കൊന്നും മനസ്സിലായതുമില്ല. ആയിക്കോട്ടെ, മൂല്യമായി തമ്മിൽ സ്റ്റേജ് കിട്ടി. ഇപ്പോൾ പണ്ടത്തെ കാലത്ത് 2 കൂട്ടർ ചീത്തറി, ഇപ്പം പല കൂട്ടരും ആയി തന്നെ അങ്ങോട്ട് ചീത്തറി. ആയിക്കോട്ടെ, ഇത് ഖിയാമത്ത് നാളാണ്, ഒക്കെ സംഭവിക്കും. ചിലപ്പോൾ അവർ അങ്ങോട്ട് കുറ്റം പറയുന്നൊരു ഖൈറുണ്ടാവും. എന്താണ് ഖൈർ? കുറ്റങ്ങൾ ആരും പറഞ്ഞിട്ടില്ലെങ്കിൽ എല്ലാവരും തെറ്റിയും, മറ്റേ പേടിയുണ്ടാവും. ഇല്ലെങ്കിൽ അങ്ങനെ പോലൊരു പേവും ഉണ്ടാവില്ല. ഒരു വഹാബി കിതാബ് ഉണ്ടാക്കിയവനെ ഇവിടെ കോളേജ് കുട്ടികൾ ആരും പറഞ്ഞിട്ടില്ല എങ്കിൽ പിന്നെ അപ്പുറത്തെ കോളേജിലും കൂട്ടും, മറ്റൊരു കൂട്ടും. പിന്നെ പറിച്ചെടുക്കാൻ പറ്റാത്ത കുളത്തിലാവും. പിന്നെ സമസ്ത തീരുമാനത്തിനും കാര്യം ഉണ്ടാവില്ല. ഇങ്ങനെ നടക്കൂല. ആ ചെങ്ങായിയുടെ പിരാണ്ടുണ്ട് പോം കണ്ടൊക്കെ വിളിച്ചു പറയുന്നു. പോകാൻ പറഞ്ഞു നോക്കുമ്പോൾ വേറെ ആളുകൾ പറഞ്ഞു തുടങ്ങി ഒരു സുഖമില്ല, എന്നാൽ ഞാൻ വേണ്ട. മറ്റൊരു ഇതുപോലത്തെ വേറൊരു സുഹാബിനെ വഹാബിയും സുഹാബിയും ഒക്കെ കയറ്റാൻ വേണ്ടി ഒരുങ്ങി ഇത്തിഫാക്കായി അടുത്ത ഷാബാൻ റമദാൻ കഴിഞ്ഞാൽ നമ്മളെ മുതലി സൗട്ടോ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കേണ്ട അടിയാണ് ഇവിടെ എന്ത് വന്നത്? ആണ്ട് പറഞ്ഞൊരുത്തൻ പൊട്ടിച്ച്. അപ്പോൾ സമസ്ത തീരുമാനം എടുത്തു, ഓ ഇനി നടക്കൂല, ഇനി അത് നടക്കൂല. ഇനി ഇവരെന്നെ പറയും ആചാരി പണിക്കൊക്കെ എന്തിനാ പോയത്? അത്രയോട് ആവശ്യമുള്ളൂ. എന്നെ നമ്മൾ പറഞ്ഞിട്ടില്ലെങ്കിൽ പറഞ്ഞില്ലെങ്കിൽ ഇവിടെ ആവർത്തിക്കും. ഇവരോട് നമുക്ക് വല്ല വിരോധം? ഒരു വിരോധമല്ലടോ. എന്നൊരു പ്രത്യേക ബഹുമാനമല്ല. ഇവരെല്ലാം കൂടി നമ്മൾ ശപിച്ചാലും ഒരു ലക്കിയും പറ്റൂല. ഈ ലോകത്തുള്ളവരൊക്കെ ശപിച്ചാലും റാമത്തുള്ളാൻ്റെ ലോമത്തുമ്പോൾ പൊട്ടൂല, ദുന്യാവിൽ പൊട്ടൂല, ആഹ്റത്തിൽ പൊട്ടൂല. നിങ്ങൾ വിചാരിക്കണ്ടോ ആഹ്റത്തിൽ പൊട്ടും? പണി നോക്കിയടാ, ഞാൻ അള്ളാഹ് എല്ലാത്തിനും വാക്ക് പറഞ്ഞില്ല, അള്ളാഹ് വേണ്ടി പറഞ്ഞു. നിങ്ങൾ ഈ ലോകത്തുള്ള മുഴുവനും കുരുത്തക്കേട് വന്നാലും എനിക്ക് ഒരു കുറ്റം പറ്റില്ല, ഒരു മൂല്യത്തും പറ്റില്ല, തങ്ങളതും പറ്റില്ല, ഇതുവരെ പറ്റില്ല. എന്തുകൊണ്ട്? ഞാൻ അള്ളാഹ് വേണ്ടി പറഞ്ഞില്ല, ഇതൊരു വഴിയില്ല. ഞാൻ അള്ളാഹ് വേണ്ടി പറഞ്ഞത്. അള്ളാഹിൻ്റെ ദീനിനെ നാശാക്കി ഇവിടെ തങ്ങൾ നിലക്കേണ്ട ആവശ്യമില്ല. ഇവിടെ അള്ളാഹിൻ്റെ ദീന നിലക്കട് അത്ര വിഷയമുള്ള ആകെ എല്ലാവരും ചീത്ത. നമുക്ക് എത്ര പ്രശ്നം? നമ്മൾ അന്നത്തെക്കാൾ ഉഷാറായിട്ട് പോകണം. ഞാൻ പരലോകത്ത് മരിച്ചോ അങ്ങ് പേടി ഇഞ്ച വാക്കറിച്ച് നോക്കണം, ഞാൻ നോക്കിക്കോളാം. നിങ്ങൾ മത്സരയിൽ കുടുങ്ങിട്ട് വന്നു, ഞാൻ മത്സരയിൽ കുടുങ്ങുന്നു, ഇജ്ജ് നോക്കണ്ടില്ല, ഞാനല്ലേ നോക്കണ്ടത്? ഇജാണ് വാ. ഞാൻ ഇപ്പോഴുള്ള ഒരു കാര്യത്തിൽ ഞാൻ ഈ പ്രസംഗിച്ച ഒരു പ്രസംഗത്തിൻ്റെ പേരിൽ ദുനിയാവിൽ ഞാൻ കുടുങ്ങൂല, ആഖിറത്തിൽ ഞാൻ കുടുങ്ങൂല, ഒരു തങ്ങളെ കുറിച്ച് കുടുങ്ങിയിട്ടുണ്ട്. ഞാൻ അള്ളാഹ്ക്ക് വേണ്ടി വല്യങ്ങൾക്ക് വേണ്ടി പറഞ്ഞ വർത്താനത്. വല്യങ്ങൾ മുഹമ്മദ് മുസ്തഫ. ഞാൻ പറഞ്ഞത് വെറുതെ പറഞ്ഞതുമല്ല, കൃത്യം തെളിവ്. മുൻഗാമികളായ സ്വാലിഹീങ്ങൾ ഇതൊക്കെ എതിരായി പറഞ്ഞതാണെന്ന് അവരവരുടെ തെളിവുകൾ ഉദ്ധരിച്ചിട്ട് പറഞ്ഞു. എൻ്റെ അഭിപ്രായമല്ല. മുൻഗാമികളായ ആലിമീങ്ങൾ ഇത്തരം രീതികൾക്ക് എതിരാണ്. ഇന്ന കിതാബിലുണ്ട്, ഇന്ന ബുക്കിലുണ്ട്, ഇന്ന സംസ്ഥാന തീരുമാനത്തിലുണ്ട്, ഇന്ന ബുക്കിലുണ്ട്. കണ്യത്തിനെതിരാണ്, കുത്തുബിയെതിരാണ്, മുല്ലക്കൊത്തങ്ങളെതിരാണ്, പാങ്കാരനെതിരാണ്. ഇത് പറ്റൂല, ഇത് പറ്റൂല, ഇന്നത്തെ എനിക്ക് പറ്റൂല. അവരൊക്കെ എതിരാക്കിയിട്ട് തങ്ങൾ നടക്കണം. അതിനൊന്നും എനിക്കാവില്ല. എനിക്കങ്ങനത്തെ ഒരു തങ്ങളെ കുറിച്ച് പറ്റൂല. ഞാൻ നിങ്ങൾ